ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എനാനി ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീഡിയോയ്ക്ക് കുറച്ച് പേർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായെന്ന് നല്ല നല്ല കമൻസൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ചിലവർക്ക് ചില ഡൗട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കമൻസിൽ കണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിടുന്ന വിധമൊക്കെ മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ കൈക്ക് നീളമായിട്ട് എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് കറക്റ്റ് അളവിലാണ് ഞാനിവിടെ തുണി വെട്ടിയിട്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ ആരും കൺഫ്യൂഷൻ അടിക്കരുത്. കാരണം മുമ്പ് ഞാൻ ഇതേപോലെ ആ വീഡിയോയിൽ 12 ഇഞ്ച് അളവിലാണ് കൈക്ക് നീളം എടുക്കുന്നത്, അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയൊരു ഡൗട്ടായിട്ട് പലരും കമൻസിൽ ഞാൻ കണ്ടു. ഈ 12 ഇഞ്ച് എവിടെ നിന്ന് വന്നു എന്നൊക്കെ. അപ്പോൾ ആരും കൺഫ്യൂഷൻ അടിക്കരുത്. നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ നീളം എത്രയാണോ അതാണ് നമ്മളവിടെ അളവായിട്ട് കൊടുക്കുന്നത്. മുമ്പ് അതിൽ ഞാൻ 12 ഇഞ്ചാണ് കൊടുത്തതെങ്കിൽ ഇതിൽ 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. 14 ഇഞ്ച് അളവെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ തയ്യൽ തുമ്പ് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. 13 ഇഞ്ചാണ് നമ്മുടെ കൈയുടെ കറക്റ്റ് അളവ്. 1 ഇഞ്ചെന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ്. അപ്പോൾ ആ തയ്യൽ തുമ്പും ചേർത്താണ് 14 ഇഞ്ച് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നും, 1 ഇഞ്ച് മതിയോ തയ്യൽ തുമ്പിന്? മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് മതി തയ്യൽ തുമ്പിന്. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പിന് വിടും. ഓക്കെ, അപ്പോൾ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്ന മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലീവിനൊരു കർവ് ഷേപ്പ് ഉണ്ടല്ലേ. സ്ലീവ് കർവായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ ആം ഹോളിൽ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ പറയുന്നത് ക്യാപ്പ് ഹൈറ്റ് എന്നാണ്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേഷനും ഉണ്ട്, അതല്ലാതെ നോർമലായിട്ട് അളവുകളുണ്ട്. നോർമലായിട്ടുള്ള അളവുകൾ ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി കാൽക്കുലേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 പ്ലസ് 0.5 ഇഞ്ച്. ഈ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സ്ലീവിൻ്റെ കർവ് ഷേപ്പ് കിട്ടും. ഓക്കെ, കാരണം നമ്മൾ ആം ഹോളിലേക്ക് അത് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ചുളിവുകളോ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്കതിലുണ്ടാകും. അപ്പോൾ അത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നല്ലൊരു ക്യാപ്പ് ഹൈറ്റ് കിട്ടണമെങ്കിൽ കാൽക്കുലേഷൻ ബേസിൽ ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, 4ആയിട്ട് മടക്കിയ തുണിയുടെ വിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അതിനും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. വെരി സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണോ ആ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി എത്രയാണോ ആ പകുതിയിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ സ്ലീവിൻ്റെ വിട്ടായിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ ബാക്ക് കട്ട് ചെയ്ത് വെച്ച ഭാഗമാണ്. ആ ഭാഗത്തിൽ ആം ഹോൾ ഞാൻ അളന്നപ്പോൾ എനിക്ക് 10.5 കിട്ടി. 10.5 കിട്ടിയെങ്കിൽ എനിക്ക് സ്ലീവിന് ഞാൻ വിട്ടായിട്ട് എടുക്കുന്നത് 10 ഇഞ്ചാണ്. ഓക്കെ, നോക്കിക്കേ, ഞാനിവിടെ അളന്ന് കാണിക്കാം. ഇവിടെ അളന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് 10 ഇഞ്ചാണ് സ്ലീവിൻ്റെ മൊത്തം വിട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നും, ഈ കോണിൽ നിന്നാണോ നമുക്ക് 10 ഇഞ്ച് വേണ്ടത്? 10 ഇഞ്ച് നമുക്ക് കോണിൽ നിന്ന് എടുത്താലും മടക്ക് വശത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താലും നമുക്ക് 10 ഇഞ്ചാണ് സ്ലീവിന് വിട്ടായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നേ. ഇനി നമുക്ക് ഈ കോണിൽ നിന്നും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്ത ആ 10 ഇഞ്ചിലേക്ക് ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ മുകളിൽ, അതായത് മടക്ക ഭാഗം വരുന്ന ആ ഒരു പോർഷനിൽ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. അത് എന്തിനാണ് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവും ആം ഹോളും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കൂർത്ത്, അതായത് പൊങ്ങി നിൽക്കുന്ന ഒരു ടെൻഡൻസി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു കർവ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് പ്ലെയിനായിട്ട്, അതായത് നേർരേഖയായിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് കർവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ലീവിന് ഒരു പെർഫെക്ഷൻ ലുക്ക് കിട്ടും. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്, നമ്മൾ ആ കോണോട് കോണ് വരച്ചെടുത്ത ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് ഷേപ്പ് കൊടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ കർവ് ഷേപ്പ് സ്കെയിലില്ലേ, അതെടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഇത് വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ വരയ്ക്കാൻ എളുപ്പമുള്ളവർക്ക് കൈവച്ച് നല്ലൊരു എസ് ഷേപ്പിലങ്ങ് വരച്ചെടുത്താലും മതി. ഓക്കെ, അപ്പം പലർക്കും അത് അറിയത്തില്ല. ബിഗിനേഴ്സ് ഇങ്ങനത്തെ ഷേപ്പിംഗ് സ്കെയിലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ സ്കെയിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കുകയും ചെയ്യാം.
ഞാനിതിൽ സ്കെയിൽ വെച്ചിരിക്കുന്നത് പോലെ വെക്കുക, ഒരുപാട് കൂർപ്പിക്കരുത്. ഇതേപോലെ ഒരു സ്ലോപ്പിൽ വരുന്ന കണക്ക് നമ്മൾ ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിൽ നിന്നും മിഡ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ മാർക്കിങ് വരെ ഇതേപോലെ സ്ലോപ്പായിട്ട് വരയ്ക്കുക. ഒട്ടും പൊങ്ങാൻ പാടില്ല. നമ്മൾ ആ സ്കെയിലിൻ്റെ കൂർത്ത ഭാഗത്തല്ല വരയ്ക്കേണ്ടത്, സ്ലോപ്പായിട്ടുള്ള ഭാഗത്താണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം സ്കെയിൽ തിരിച്ച് വെച്ചതിന് ശേഷം അപ്പുറത്തെ പോയിൻറ്റും ഇതേപോലെ തന്നെ സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്, എങ്ങനെയാണ് സ്കെയിൽ വെക്കേണ്ടതെന്നൊക്കെ വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു സ്ലോപ്പ് പോയിന്റിൽ നമ്മളിത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ചെറിയൊരു എസ് ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നും അളന്ന് നോക്കാവേ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആം ഹോളുമായിട്ട് ഇത് ജോയിൻ ആവണമല്ലോ. അപ്പോൾ നമുക്കത് 10.5 ഇഞ്ചാണ് ആം ഹോൾ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആം ഹോളുമായിട്ട് നമുക്കിത് ജോയിൻ ആകാനുള്ള അളവുണ്ടോ എന്ന് നമുക്ക് ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് 10.5 ഇഞ്ച് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാവേ. ഈ നമ്മൾ വരച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കർവ് ഷേപ്പ് ആണോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സ്കെയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലീവ് വരച്ചെടുക്കാൻ പറ്റിയ ഒരു സ്കെയിലാണ്. അപ്പോൾ ഈ സ്കെയിൽ വെച്ച് പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കുന്നത് പോലെ തന്നെയാണോ നമ്മൾ മറ്റേ സ്കെയിൽ വെച്ച് വരച്ചപ്പോഴും കിട്ടിയതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ആ വരച്ച ആ പോയിന്റിൽ ഞാൻ വെച്ച് കാണിക്കുവാണ്. കണ്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ആ സ്കെയിലിൻ്റെ പുറത്തു കൂടി ഒരു മാർക്കും കൂടെ ഞാൻ മാർക്ക് ചെയ്യുവാണേ. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വഴി തന്നെയാണ് ഈ സ്കെയിലിൻ്റെ മാർക്കിങ്ങും പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്കെയിൽ വെച്ച് പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലീവിൻ്റെ എൻഡാണ്. സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്യുകയും അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൊക്കെ ഞാൻ പറയുന്ന മാർക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ സ്ലീവിൻ്റെ മാർക്കിംഗ് ആണ്. അപ്പം നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ് മാർക്കിംഗ് ആണ് അവിടെ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ മാർക്കിംഗ് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷർമെൻറ്റ്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പെർഫെക്ഷനിലാണ് സ്ലീവ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് എപ്പോഴും ഇതുപോലെ ഒരുപാട് ഹൈറ്റ് ഇല്ലാതെ ഇതേപോലെ സ്ലോപ്പായിട്ടിരിക്കണം. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പഫ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഒരു കട്ടിങ് കൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടുന്നതാണ്. അത് വളരെ എളുപ്പമാണ്. ഞാൻ പല വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൽ നമ്മൾ സീം എലമെൻറ്റ്സ് ആയിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ 2 ഇഞ്ച് ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ഇഞ്ചും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം സീം എലമെൻറ്റ്സ് കൊടുത്ത് 2 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ 2 പാർട്ടും മാറ്റിയതിന് ശേഷം ബാക്കിലത്തെ പോർഷൻ വരുന്നുണ്ടല്ലോ, ആ പോർഷനിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അവിടെയും അതുപോലെ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയും അതിന് തൊട്ടടുത്ത് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ബാക്കിൽ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിൽ ഇതേപോലെ ജോയിൻ്റ് ആവുന്നത് പോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും വീഡിയോ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബാക്കിൽ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ, ആദ്യത്തെ 2 സീം എലമെൻറ്റ്സും പിന്നെ 1 ഇഞ്ചും കൂടെ. ആ 1 ഇഞ്ചിലേക്ക് നമ്മൾ ഫ്രണ്ടിൽ അടയാളപ്പെടുത്തിയ 2 ഇഞ്ച്, ആ 2 ഇഞ്ച് ബാക്കിൽ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും സ്ലീവിൻ്റെ എൻഡ് പോയിന്റിൽ നമ്മൾ നോക്കുക കറക്റ്റ് അളവാണോ വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻഡ് പോയിന്റിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ 1 ഇഞ്ച് വരണം. 1 ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മളിത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് നോക്കുക 1 ഇഞ്ച് തന്നെയാണോ സ്ലീവിൻ്റെ എൻഡ് പോയിന്റിൽ നമുക്ക് ഇത് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ലീവിൽ 2 സ്ലീവായിട്ട് നമുക്ക് കാണാം അല്ലേ, ഷേപ്പിങ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ഷേപ്പ് കുറച്ചും കൂടെ മാറിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഷേപ്പ് വെച്ചാണ് നമ്മൾ താഴത്തെ സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫ്രണ്ടിലുള്ള ആ സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ വേണം ബാക്കിലത്തെ ആ പാർട്ട്, പൊങ്ങി നിൽക്കുന്ന ആ പാർട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, ഇത് തയ്ച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ തയ്യലിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. തയ്ക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ അത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.